രാവിലത്തെ പല്ലുതേപ്പൊക്കെ കഴിച്ചതിന് ശേഷം നേരെ അടുക്കളയിലോട്ട് വന്നു. അപ്പം ഞാൻ ഇന്നലെ ഓഫീസിൽ നിന്ന് വന്ന വഴിക്ക് മാവ് വാങ്ങിച്ചിട്ടായിരുന്നു വന്നത്. കാരണം ആട്ടിയ മാവൊന്നും വീട്ടിൽ ഇരിപ്പില്ലായിരുന്നു. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ദോശമാവ് വാങ്ങിച്ചിട്ട് വന്നു. അപ്പോൾ ഞാൻ പല്ല് തേച്ചതിന് ശേഷം എനിക്ക് എന്തെങ്കിലും ഇങ്ങനെ കഴിക്കണം കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ തുപ്പി തുപ്പി നിൽക്കും. കാരണം ആ ഒരു പേസ്റ്റിൻ്റെ ടേസ്റ്റ് എനിക്കത് ഇഷ്ടമില്ല. അപ്പോൾ ഞാനൊരു പഴം എടുത്ത് കഴിച്ചു. അതിനുശേഷം വീണ്ടും അടുക്കളയിൽ വന്നു. അപ്പോഴത്തേനും പാത്രങ്ങളെല്ലാം ഇങ്ങനെ കിടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ചായക്കുള്ള വെള്ളം വെച്ചതിന് ശേഷം പാത്രമൊക്കെ കഴുകാം. അങ്ങനെ ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചതിന് ശേഷം പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി ഒതുക്കി വെച്ചു. ആ സമയത്തിന് നമ്മുടെ പാലും തിളച്ച്. അപ്പോൾ തേയിലയൊക്കെ ഇട്ടതിന് ശേഷം ഒന്നുകൂടി നന്നായിട്ട് തിളപ്പിച്ചു. എന്നിട്ട് 2 കപ്പിലായിട്ടാട്ടോ ഒഴിച്ചത്. കാരണം മമ്മി മധുരം ഇടാതാണ് ചായ കുടിക്കാറ്. കാരണം മമ്മിക്ക് ഷുഗറിൻ്റെ പ്രശ്നമുണ്ട്, ഇൻസുലിനൊക്കെ എടുത്തുകൊണ്ടിരിക്കുവാണ്. അച്ചാച്ചന് മധുരം ഇട്ട് മറ്റൊരു കപ്പിലും കൊടുത്തു. അച്ചാച്ചന് ഇതുവരെ എണീച്ചിട്ടില്ല. പിന്നെ ആവി കാരണം ജനലൊക്കെ തുറന്നിട്ടിട്ടാണ് പുള്ളിക്കാരൻ കിടന്ന് ഉറങ്ങിയത്. പിന്നെ ചായയൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ ആ ചായപാത്രമൊക്കെ കഴുകി വെച്ചു. ശേഷം മാവ് മറ്റൊരു പാത്രത്തിനകത്തോട്ടാക്കി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ തന്നെ എന്നോട് ചേച്ചി പറഞ്ഞത് അപ്പം തന്നെ വേറൊരു പാത്രത്തിനകത്തോട്ടാക്കി നന്നായിട്ട് ഇളക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയെന്ന്. പക്ഷെ മടി കാരണം ഞാൻ ഒന്നും ചെയ്തില്ല. ഇപ്പോഴാണ് രാവിലെ ആട്ടോ ചെയ്യുന്നത്. അപ്പോൾ ദോശയുടെ കൂട്ടത്തിൽ കോളിഫ്ലവർ കറി വെക്കാമെന്നാണ് വിചാരിച്ചത്. അത് കോമ്പിനേഷൻ ആണോ എന്നോട് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പിന്നെ ഒരു ചേഞ്ചിന് വേണ്ടി ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇലയെല്ലാം കട്ട് ചെയ്തതിന് ശേഷം ആ ഒരു ഫ്ലേവറോട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടു. ശേഷം അതിനെ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റി കുറച്ച് വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിക്കാനായിട്ട് വെച്ചു. ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് അതായത് 2-3 സവാളയും ക്യാപ്സിക്കം, തക്കാളി, ക്യാരറ്റ് ഇതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സവാള ഞാൻ കട്ട് ചെയ്യുന്ന സമയത്ത് അടുക്കളയിൽ നിന്ന് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് ഹാളിൽ ഫാനിൻ്റെ കീഴിലിരുന്നാണ് കേട്ടോ അരിയുന്നത്. അതാകുമ്പോഴത്തേനും കണ്ണിൽ നിന്ന് വെള്ളം വരത്തില്ല. അപ്പം ഞാൻ അരിയാനുള്ള സാധനങ്ങളെല്ലാം അരിഞ്ഞതിന് ശേഷം കടുകൊക്കെ പൊട്ടിച്ചു. എന്നിട്ട് ഈ സംഭവങ്ങളെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തു. അപ്പുറത്ത് കോളിഫ്ലവറും ആവുന്നുണ്ടായിരുന്നു. ആ സമയത്തിന് ഞാൻ അടുപ്പ് കത്തിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഉച്ചക്കലത്തെ ചോറിന് വേണ്ടിയിട്ട്. അപ്പോൾ അടുപ്പൊക്കെ കത്തിച്ചതിന് ശേഷം വെള്ളം വെച്ചു. അപ്പോഴേക്കും നമ്മുടെ കോളിഫ്ലവർ കറിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വഴണ്ടു വന്നു. കോളിഫ്ലവറും വെന്തു. അപ്പം കറി ആയതിനു ശേഷം കുറച്ച് പാൽ തിളപ്പിച്ചു, ദോശ ചുട്ടു. ആ സമയത്തിന് നമ്മുടെ വീട്ടിൽ കുറച്ച് ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് ഞാനൊരു ഷേക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു. ബാക്കി ഞാനും കുടിച്ചു. എന്നിട്ട് ഞങ്ങൾ 3 പേരോട് ഒരുമിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാനും അച്ചാച്ചനോട് ഒരു തമിഴ് മൂവി കണ്ടിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് ആപ്പിളും മുസമ്പിയൊക്കെ വന്ന് കട്ട് ചെയ്ത് കഴിച്ചു. പിന്നെ പടത്തിൻ്റെ ഇടയ്ക്കൂടെ വന്നപ്പോഴത്തേനും മമ്മി മാങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അത് 2 വെള്ളത്തിൽ കഴുകി. പുളിയില്ലാത്ത മാങ്ങയായിരുന്നു. അതുകൊണ്ടാണ് അധികം നേരം വെള്ളത്തിലിട്ട് വെക്കാഞ്ഞത്. ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കും. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ ചോറ് കഴിച്ചു. തൈര്, കോളിഫ്ലവർ കറി, അവിയൽ, തോരൻ, ചമ്മന്തി, അച്ചാറ്, മീൻ വറുത്തതെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ 3 പേരും പോയി കിടന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. 5 മണിയൊക്കെ ആയപ്പോഴാട്ടോ എണീച്ചത്. പിന്നെ ചായ അച്ചാച്ചനായിട്ടുകൊണ്ട് വന്നത്. അത് കഴിഞ്ഞിട്ട് വാർപ്പിൻ്റെ മുകളിൽ കുറച്ച് ചീനി ഉണക്കായിട്ടുണ്ടായിരുന്നു. അതെടുത്തുകൊണ്ട് വന്നു. പിന്നെ ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേനും ഞങ്ങൾ അമ്മയുടെ പള്ളിയിൽ പെരുന്നാളായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് പോയി. ഇവിടെ വന്നപ്പോഴത്തേനും പള്ളിയൊക്കെ ഒരു രക്ഷയില്ലായിരുന്നു. നല്ല രീതിയിൽ ലൈറ്റ് സെറ്റ് കാര്യങ്ങൾ, പിന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ചെന്നതിന് ശേഷമാണ് കേട്ടോ റാസ ഇറങ്ങിയത്. ഞങ്ങൾ റാസയിലൂടെ നടന്നിട്ടുണ്ടായിരുന്നു. വരുന്ന വഴി മുഴുവൻ ലൈറ്റ് സെറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. അപ്പോൾ നമ്മൾ കുറേ നേരം നടന്നിടന്ന് വന്ന അവസാനം വീണ്ടും പള്ളിയിലെത്തി. വരുന്ന വഴിക്കൊക്കെ നമുക്ക് കുടിക്കാൻ വെള്ളമൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ പള്ളിയിൽ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നേർച്ച വിളമ്പി അപ്പവും കറിയായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു. കുറേ നേരം നമ്മൾ ലൈനിൽ ഇങ്ങനെ നിന്ന് അവസാനം പിന്നെ നമുക്കും സാധനം കിട്ടി. അപ്പോൾ ഇതെല്ലാം കഴിച്ചതിന് ശേഷം കുറേ നേരം അവിടെ ഇങ്ങനെ കത്തിയടിച്ചിരുന്നു. കുറേ കഴിഞ്ഞപ്പോഴത്തേനും നല്ലതായിട്ട് ദാഹിക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ പള്ളിയുടെ തൊട്ട് ഫ്രണ്ടിലായിട്ട് ഒരു കടയുണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് വന്ന് നമ്മൾ നാരങ്ങ വെള്ളം വാങ്ങിച്ചു കുടിച്ചു കേട്ടോ. കുഴപ്പമില്ലായിരുന്നു. പുള്ളിക്കാരൻ നല്ല രീതിയിൽ നാരങ്ങ പിഴിഞ്ഞിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നാരങ്ങയുടെ ഫ്ലേവർ ചെറുതായിട്ടേ കിട്ടുന്നുള്ളായിരുന്നു കേട്ടോ. മധുരം കലക്കി എന്തൊരു വെള്ളം പോലൊക്കെ തോന്നി. പക്ഷേ എങ്കിലും കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ കുടിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ പള്ളിയിൽ വന്നു. പിന്നെ വരുന്ന വഴിക്ക് ഒരു സോഡയും വെള്ളവും ഒക്കെ നാരങ്ങയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിലെത്തി നാരങ്ങയൊക്കെ പിഴിഞ്ഞ് കുടിച്ച് കിടന്നപ്പോഴത്തേനും ഏകദേശം 2:30 ആയിട്ട്. അപ്പോൾ എന്ത് വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ.